ചെറുതുരുത്തിയുടെ ഹൃദയഭാഗത്ത് ആധുനിക സൗകര്യങ്ങൾ ഒത്തുചേരുന്ന മികച്ച വാസസ്ഥലം ഒരുക്കുകയാണ് ലാൻഡർ അപ്പാർട്ട്മെന്റുകൾ. ഷൊർണൂർ റെയിൽവേ സ്റ്റേഷന്റെ തൊട്ടടുത്ത് 2 BHK 3 BHK ഭവനങ്ങൾ, വിശാലമായ പാർക്കിംഗ് ഏരിയ, ജനറേറ്റർ സൗകര്യം എന്നിവയും ഒരുക്കിയിട്ടുണ്ട്. വാടകയ്ക്കെടുക്കാൻ താല്പര്യമുള്ളവർക്കും ലളിതമായ EMI സൗകര്യങ്ങളിലൂടെ സ്വന്തമായി വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കും ഒരുപോലെ തിരഞ്ഞെടുക്കാവുന്ന മികച്ചൊരു അവസരം. നിങ്ങൾക്കും ഇതിലൊരു അപ്പാർട്ട്മെന്റ് വേണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. 8086 3999995 8086 7999992. ഓട്ടുപാറ പാലം, ഓട്ടുപാറ ജംഗ്ഷൻ വികസനം, പാർലിക്കാട് കുമ്പളങ്ങാട് റോഡ്, BMNBC എന്നീ പ്രവൃത്തികളുടെ നിർമ്മാണ ഉദ്ഘാടനം ഞായറാഴ്ച നടന്നു. ഓട്ടുപാറ പുത്തൻപാലത്തിന് സമീപം നടന്ന പരിപാടി പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി PA മുഹമ്മദ് റിയാസ് ഓൺലൈനായി ഉദ്ഘാടനം നിർവഹിച്ചു. നമ്മുടെ സംസ്ഥാനം പശ്ചാത്തല വികസന മുന്നേറ്റത്തിൽ വലിയൊരു കുതിപ്പിലാണ്. കഴിഞ്ഞ 10 വർഷം കേരളത്തിൽ പുതിയ പാലങ്ങൾ, കെട്ടിടങ്ങൾ, റോഡുകൾ നിരവധിയാണ്. ജനങ്ങളാകെ അനുഭവിച്ചറിഞ്ഞ മാറ്റങ്ങളാണ്. മേൽപ്പാലങ്ങളുടെയും കെട്ടിടങ്ങളുടെയും കാര്യത്തിൽ കേരളം കൈവരിച്ച ഈ മുന്നേറ്റം ഈ നാട് അറിഞ്ഞതാണ്. റോഡുകൾ, പാലങ്ങൾ, മേൽപ്പാലങ്ങൾ പോലെ തന്നെ കെട്ടിടങ്ങൾ. ഇപ്പോൾ BMNBC റോഡുകൾ കേരളത്തിൽ വലിയ നിലയിലേക്ക് വന്നു. കൊടുങ്ങല്ലൂർ ഷൊർണൂർ സംസ്ഥാന പാതയോട് ചേർന്നുള്ള പഴയ ഓട്ടുപാറ പാലത്തിന്റെ പുനർനിർമ്മാണ പ്രവൃത്തികൾക്കായി പ്ലാൻ ഫണ്ടിൽ ഉൾപ്പെടുത്തി 5.16 കോടി രൂപയാണ് ഭരണാനുമതിയും സാങ്കേതിക അനുമതിയും ലഭ്യമാക്കി നിർമ്മാണ ഉദ്ഘാടനം നടന്നത്. പാലത്തിന്റെ നിർമ്മാണ പ്രവൃത്തിയിൽ അപ്രോച്ച് റോഡിന്റെ നിർമ്മാണം, പാർശ്വ സംരക്ഷണ ഭിത്തി, റോഡ് സുരക്ഷാ പ്രവൃത്തികൾ എന്നീ നിർമ്മാണ പ്രവൃത്തികളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഓട്ടുപാറ ജംഗ്ഷൻ വികസന പ്രവൃത്തികളുടെ ഭാഗമായി മാക്സ് കെയർ ഹോസ്പിറ്റൽ മുതൽ ഓട്ടുപാറ കുന്നംകുളം റോഡ് ജംഗ്ഷൻ വരെയുള്ള 445 മീറ്റർ ദൂരം റോഡിന്റെ വീതി കൂട്ടലും, ഓട്ടുപാറ വാഴാനി റോഡ് ജംഗ്ഷനിലെ കനാൽ പാലം വരെയുള്ള 40 മീറ്റർ ദൂരം വീതി കൂട്ടലുമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കൂടാതെ കാന നിർമ്മാണം, ഐറിഷ് കോൺക്രീറ്റ് പ്രവൃത്തികൾ, KSEB പോസ്റ്റ് ഷിഫ്റ്റിംഗ്, ഭൂമി ഏറ്റെടുക്കൽ തുടങ്ങിയവയും ഉൾപ്പെടുന്നു. ഇതിനായി 2 കോടി രൂപയുടെ ഭരണാനുമതിയും 1.95 കോടി രൂപയുടെ സാങ്കേതിക അനുമതിയുമാണ് ലഭ്യമാക്കിയിട്ടുള്ളത്. കൂടാതെ പാർലിക്കാട് കുമ്പളങ്ങാട് റോഡിന്റെ വ്യാസ കോളേജ് മുതൽ കുമ്പളങ്ങാട് വരെയുള്ള 1.7 കിലോമീറ്റർ ദൂരം BMNBC നിലവാരത്തിൽ ഉയർത്തുന്ന പ്രവൃത്തികൾക്ക് ബജറ്റ് വിഹിതം 2025-26 ഉൾപ്പെടുത്തി 1.9 കോടി രൂപയുടെ ഭരണാനുമതിയും സാങ്കേതിക അനുമതിയും ലഭ്യമാക്കിയിട്ടുണ്ട്. പ്രവൃത്തിയിൽ കാന, പാർശ്വ സംരക്ഷണ ഭിത്തി നിർമ്മാണ പ്രവൃത്തികൾ എന്നിവയും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇവയുടെ നിർമ്മാണ ഉദ്ഘാടനമാണ് ഞായറാഴ്ച നടന്നത്. വടക്കാഞ്ചേരി MLA സേവ്യർ ചിറ്റിലപ്പള്ളി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ച് ശിലാഫലകങ്ങൾ അനാച്ഛാദനം ചെയ്തു. ജംഗ്ഷൻ വികസനം ഇനി ഈ നിർമ്മാണ പ്രവർത്തനത്തിന്റെ ഇടയിൽ ആവശ്യമായ നിലയിൽ അത് എസ്റ്റിമേറ്റ് ഉണ്ടാക്കി അതിന് നമുക്ക് അംഗീകാരം മേടിക്കാൻ വേണ്ടി കഴിയും. ഇതാണ് ആ പ്രൊജക്റ്റ്. അപ്പൊ ഒരു പ്രൊജക്റ്റ് എന്ന് പറഞ്ഞാൽ അത് 3 കോടി രൂപയുടെ പ്രൊജക്റ്റാണ് ഓട്ടുപാറ വാഴാനി റോഡ് ജംഗ്ഷൻ വികസനം. ഇനി വാഴാനി റോഡ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം, നമ്മുടെ പാലം വരേക്ക് അപ്പുറത്തുപുറത്തൊക്കെ കുറച്ചുകൂടി സ്ഥലമുണ്ട്. സ്ഥലം ഏതാണെന്ന് എല്ലാവർക്കും അറിയാലോ. ഇറിഗേഷൻ പുറമ്പോക്കായിരുന്നു നേരത്തെ അവിടെ. അതുപോലെ തന്നെ അവിടെ 65 സെന്റ് സ്ഥലം കരമടച്ച തരിശ് എന്ന് പറഞ്ഞ് വേറെ കിടക്കുന്നുണ്ട്. ഇല്ലേ? ഇപ്പോഴെ തലമുണ്ട്. ഇതെനിക്ക് എങ്ങനെ അറിയാവുന്ന. അപ്പൊ ഞാൻ പറയാൻ ശ്രമിച്ചത്, ഈ നിലയിലുള്ള സാധ്യതകളെ പടിപടിയായി ഉപയോഗപ്പെടുത്തുമ്പോഴേ അവിടെ നമുക്ക് വികസിപ്പിച്ചെടുക്കാൻ കഴിയും. ഇപ്പൊ നമ്മുടെ വാഴാനി പ്രൊജക്ടിന്റെ ഒരു ബോർഡ് ഇരിക്കുന്നുണ്ട് അവിടെ, നമ്മുടെ ഓട്ടോറിക്ഷ ബാറ്ററി തൊട്ട് മുന്നിൽ. അവിടെ വീതി വരണം എന്നുണ്ടെങ്കിൽ എന്ത് വേണം? ആ പ്രൊജക്ട് മാറ്റണം. മാറ്റുമ്പോൾ നമുക്ക് വാഴാനിക്കുള്ള ഒരു കവാടം തന്നെ ഇവിടെ ഉണ്ടാക്കാൻ പറ്റുമെന്ന് ആലോചിച്ചൂടെ? ഒരു തടസ്സമില്ലാതെ വാഴാനിയിലേക്കുള്ള കവാടം, നാളെ അവിടെ മ്യൂസിക്കൽ ഫൗണ്ടനും സംവിധാനങ്ങളും രൂപപ്പെടുകയാണ്. ഒരു ടൂറിസം സ്ഥലത്തേക്കുള്ള ഒരു ഗംഭീര കവാടം, ഇതെല്ലാം നമുക്ക് രൂപപ്പെടുത്തിയെടുക്കാവുന്ന, വിദൂര ഭാവിയിലല്ല തൊട്ടടുത്ത ഭാവിയിൽ തന്നെ രൂപപ്പെടുത്തിയെടുക്കാവുന്ന ഒന്നാണ്. ഈ പ്രൊജക്ടുകളെ നമുക്ക് വിപുലപ്പെടുത്താൻ കഴിയും എന്നതാണ്. തൃശൂർ പൊതുമരാമത്ത് നിരത്ത് വിഭാഗം എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ C. രാഗേഷ്, എറണാകുളം പൊതുമരാമത്ത് പാലം വിഭാഗം എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ സ്വപ്ന CM എന്നിവർ റിപ്പോർട്ടുകൾ അവതരിപ്പിച്ചു. വടക്കാഞ്ചേരി നഗരസഭ ചെയർപേഴ്സൺ മിനി അരവിന്ദൻ, വൈസ് ചെയർമാൻ PN സുരേന്ദ്രൻ, സ്ഥിരം സമിതി അധ്യക്ഷരായ KP മദനൻ,
സ്വപ്ന ശശി, കൗൺസിലർമാരായ സുമയ്യാബി ടീച്ചർ, ലൈല നസീർ, വി പീതാംബരൻ, വിവിധ രാഷ്ട്രീയ കക്ഷി പ്രതിനിധികളായ MU കബീർ, സെലക്ട് മുഹമ്മദ്, പ്രസ് ക്ലബ് പ്രസിഡന്റ് അജീഷ് കർക്കടകത്ത്, വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രസിഡന്റ് അജിത് കുമാർ മല്ലയ്യ, തലപ്പള്ളി നിരത്തുകൾ ഉപവിഭാഗം അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ K. സ്മിത തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു.